പ്രിയപ്പെട്ട കൂട്ടുകാരെ ദീപക്കെ, ചെറുപ്പക്കാരിയാണെന്നുള്ള ആനുകൂല്യത്തിൽ ഇവക്ക് കോടതി മാപ്പ് നൽകിയാലും മനുഷ്യരുടെ മനസ്സിൽ ഇവക്ക് മാപ്പുണ്ടാവില്ല. ഗ്രീഷ്മക്ക് കോടതി കാലാന്തരത്തിൽ മാപ്പ് കൊടുത്താലും മനുഷ്യരുടെ മനസ്സിൽ അവർക്ക് മാപ്പില്ല. കൂടത്തായിലെ ജോലിക്ക് കാലാന്തരത്തിൽ കോടതി മാപ്പ് കൊടുത്താലും മനുഷ്യരുടെ മനസ്സിൽ അവർക്ക് മാപ്പ് കിട്ടൂല. ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു. നീ ജീവൻ നഷ്ടപ്പെടുത്തണ്ടായിരുന്നു, പക്ഷേ നീ ജീവൻ നഷ്ടപ്പെടുത്തി എന്താണെന്ന് എന്നെ കേൾക്കുന്ന മലയാളി മനസ്സുകൾക്ക് വായിക്കാൻ കഴിയും. കാരണം പണത്തെക്കാളും സ്വത്തിനേക്കാളും ദീപക്കിന് ഏറ്റവും വലുത് ആത്മാഭിമാനമായതുകൊണ്ടാണ്. ആത്മാഭിമാനം നഷ്ടപ്പെട്ടെടുത്ത് എന്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു എന്ന തോന്നലാണ്, എന്റെ അന്തസ്സും എന്റെ അഭിമാനം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എന്റെ ജീവൻ നഷ്ടപ്പെടലാണെന്നുള്ള തോന്നലാണ് ദീപക്കിനെ ഈ മരണത്തിലേക്ക് ഉള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് നിന്റെ വികാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ മനുഷ്യർക്കും എല്ലാം വലിപ്പം തോന്നുന്ന സ്വർണവും പണവും മാത്രമല്ല, ആത്മാഭിമാനത്തിന് തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലാത്ത സമയത്ത് സ്വന്തം ആത്മാഭിമാനമാണ് ഏറ്റവും വലിയ സമ്പത്തി എന്ന് കരുതുന്ന ദീപക്കിനെ പോലുള്ള നൂറുകണക്കിന് മനുഷ്യരുണ്ട്. ആ ദീപക്കിന് സ്വന്തം മക്കളെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു, സ്വന്തം ഭാര്യയെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു, കുടുംബക്കാരെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു? തെറ്റ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ദീപക്ക് മനുഷ്യരുടെ മുമ്പിൽ അപഹസിക്കപ്പെട്ടില്ലേ? നാലാളുടെ മുമ്പിൽ ആക്ഷേപം കേൾക്കേണ്ടി വന്നില്ലേ? ചുറ്റുവട്ടക്കാരെല്ലാം അവനെ മോശക്കാരനാക്കിയില്ലേ? അവനിക്ക് ജീവിക്കാൻ തോന്നുവോ? തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ജീവിക്കാൻ തോന്നുവോ? ഇപ്പൊ എന്ത് സംഭവിച്ചു? ആ വീഡിയോ എങ്ങനെയൊക്കെ പരിശോധിച്ചാലും അയാൾ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നതായി ആ വീഡിയോ ദൃശ്യങ്ങളില്ല എന്ന് 100% ഉറപ്പാണ്. എന്റെ ജീവിതം കഴിഞ്ഞു, പക്ഷെ ഇനി നീറി ജീവിക്കാൻ പോകുന്ന ഇത്തരം തോന്നിവാസികളായിരിക്കും. നിങ്ങളെ ജനം വിടുമെന്നും മറക്കുമെന്നും വിചാരിക്കണ്ട. മനസാക്ഷിയുള്ള ഓരോ മനുഷ്യരും നിങ്ങൾ അവഗണിക്കും. നിങ്ങളെ ഓർക്കുമ്പോൾ അവർ വെറുപ്പോടുകൂടി സംസാരിക്കും. നിങ്ങൾ ഈ ചെയ്യുന്ന ഈ തോന്നിവാസമുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ ജീവിതമാണ് ഇല്ലാതാക്കി കളഞ്ഞത്. നമ്മള് ഈ സ്ത്രീകൾക്ക് വേണ്ടി മുറവിളി കേട്ടുന്ന ആളുകൾ, സ്ത്രീകൾക്ക് നല്ല സുരക്ഷ വേണം, അതിന് സംശയമില്ല. സ്ത്രീകൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ നേരിട്ടാൽ കേസെടുക്കണം, അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം, അതിൽ ആർക്കും സംശയമില്ല. പക്ഷെ ഇതുപോലെ നമ്മുടെ രാജ്യത്തൊക്കെ ഇപ്പോ പട്ടികൾക്കൊക്കെ നല്ല സ്വാതന്ത്ര്യം, അവർക്ക് ഭയങ്കര നിയമമാണ്. എവിടെയൊക്കെ പാവങ്ങളായ ഞങ്ങളെ ഈ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്താലും ഒരു നിയമമില്ല അല്ലേ? ഞങ്ങൾ ആരക്രമിച്ചാലും ഞങ്ങളും ശ്വാസം മുകളിലേക്ക് വലിച്ച് താഴോട്ട് വിടുന്ന ഒരു ജീവികളെന്നല്ലേ, ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു ജീവികളല്ലേ? പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നുണ്ടായ സംഭവം, ആ സഹോദരൻ ആത്മഹത്യ ചെയ്യും. ഒരു പ്രശ്നമല്ല, ആർക്കും ഒരു വിഷയമില്ല, പ്രക്ഷോഭമില്ല, പ്രതിഷേധമില്ല. ഇത് ആ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയായിരുന്നെങ്കിലോ ഒരു പെണ്ണായിരുന്നെങ്കിൽ ഇന്ന് കേരളം കത്തിയേനെ. ആണോ അല്ലേ? ആണ്. എന്തുകൊണ്ട് ഒരു പുരുഷനെ വേട്ടയാടപ്പെടുമ്പോൾ ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല? എന്റെ പുരുഷന്മാർക്ക് ഇവിടെ നീതി വേണ്ടേ? പുരുഷന്മാർക്ക് സംസാരിക്കാൻ ഇവിടെ സംഘടന വേണ്ടേ? കമ്മീഷൻ വേണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ കയ്യിലിരിക്കുന്ന മൊബൈൽ കൊണ്ട് ഒരു മനുഷ്യനെ നന്നാക്കാനും സാധിക്കും, ഒരു മനുഷ്യനെ കൊല്ലാനും സാധിക്കും. പ്രത്യേകിച്ച് സഹോദരിമാര് ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയകൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് അവരാണ്. എന്തിനു വേണ്ടിയിട്ടാ? ലൈക്കിന് വേണ്ടി, ഷെയറിന് വേണ്ടി, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. അതിനുവേണ്ടി അവർ എന്ത് വൃത്തികേടുകളും വേണമെങ്കിലും ചെയ്യും, എന്ത് വേണമെങ്കിലും തുറന്നു കാണിക്കാനും തയ്യാറാകുന്നു. ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ നമ്മളൊക്കെ ഭയക്കണം, അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതെന്തെല്ലാം തോന്നിവാസങ്ങളാണ് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ കുറിച്ച് അപവാദങ്ങൾ പോലും പടച്ചുവിടുകയാണ്. അതിന് സത്യമുണ്ടോ വാസ്തവമുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇട്ട് ഒരു മനുഷ്യനെ കൊല്ലുന്നു, വ്യക്തിഹത്യ ചെയ്യുന്നു, മാനസിക സംഘർഷത്തിലാക്കുന്നു. അതിന്റെ സത്യാവസ്ഥയൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ കമന്റ് ഇടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണല്ലോ അല്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഉമ്മമാര്, കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ മാന്യമായിട്ട് ഉപയോഗിച്ചില്ല എങ്കിൽ അത് അപകടമാണ്. നിങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലും.